സൃഷ്ടിക്കും അള്ളാഹുവിനും ഇടയിലുള്ള ഒരു കനത്ത മറ. ഇതാണ് വിഷയം. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ആളുകളോട് സുതാര്യമായി പെരുമാറുക. ഏത് സാഹചര്യത്തിലും സത്യസന്ധമായി നിലകൊള്ളുക. ഉള്ളിലുള്ളത് മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ പുറമേ മറ്റൊന്ന് പ്രകടിപ്പിക്കരുത്. നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ന്യൂനതയെ നിങ്ങൾ മറച്ചു വെച്ചിട്ട് അത് ജനങ്ങൾ അറിയരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ മനോഭാവം അനുസരിച്ചാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിനൊരു മറ ഉണ്ടാക്കി വച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിയുക. ചിലപ്പോൾ നിങ്ങളിലുള്ള ആ ന്യൂനത നിങ്ങളുടെ ഷെയ്ഖ്, ആത്മീയ വഴികാട്ടി പോലും അറിയരുത് എന്ന് നിങ്ങൾ ആഗ്രഹിച്ചേക്കാം. അത് കാരണമായി നിങ്ങൾ നിങ്ങളുടെ ഷെയ്ഖിനോടും ആ ന്യൂനത മറച്ചു വച്ചേക്കാം. പക്ഷേ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നിങ്ങളുടെ ഹൃദയം ശുദ്ധീകരിക്കണം, ഈ ന്യൂനത നിങ്ങളിൽ നിന്നും ഒഴിവാക്കണം എന്നൊക്കെ. ഇവിടെ പ്രശ്നമെന്താ? അതായത് നിങ്ങൾക്കുള്ളിലെ ആ ന്യൂനത ഷെയ്ഖ് അറിയരുത് എന്ന ഒരു ആഗ്രഹവും നിങ്ങൾക്കുണ്ട്. അതിനാൽ നിങ്ങൾക്കുള്ളിലെ ഈ ന്യൂനതയെക്കുറിച്ച് ഷെയ്ഖിനോട് നേരിട്ട് ചോദിക്കാതെ മറ്റു വല്ല സന്ദർഭങ്ങളെ ചൂണ്ടിക്കൊണ്ടോ മറ്റുള്ളവരിലെ ന്യൂനതകൾ ചൂണ്ടിക്കൊണ്ടോ സംസാരിച്ചേക്കാം. അതായത് നിങ്ങൾക്കുള്ളിലെ ന്യൂനതയെ കുറിച്ചുള്ള ഒരു പ്രതിവിധിക്ക് വേണ്ടി നിങ്ങൾ മറ്റു പല ഉപാധികളും കൊണ്ടുവന്ന് നിങ്ങൾ ഷെയ്ഖിനോട് കാര്യങ്ങൾ തിരക്കിയേക്കാം. സത്യത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഷെയ്ഖിനോട് പോലും മറയിടുകയാണ്. നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടണം എന്ന് ആത്മാർത്ഥമായി നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഷെയ്ഖിനോട് തുറന്ന് സംസാരിക്കുമായിരുന്നില്ലേ? അല്ലേ? യാ ഷെയ്ഖ്, എനിക്കിങ്ങനെ ഒരു ന്യൂനതയുണ്ട്, എന്താണ് അതിൻ്റെ പ്രതിവിധി? അദ്ദേഹത്തോട് നിങ്ങൾ യാതൊരു മറയും കൂടാതെ ചോദിക്കുമായിരുന്നില്ലേ? എന്നാൽ നിങ്ങൾ ഷെയ്ഖിനോട് ഇത്തരത്തിൽ മറ സ്വീകരിക്കുന്നിടത്തോളം നിങ്ങൾ നിങ്ങളുടെ ബാഹ്യരൂപം നല്ലതാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് ഉള്ളു നന്നാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ഷെയ്ഖിൻ്റെ അടുത്തും ജനങ്ങളുടെ അടുത്തും ബാഹ്യം നല്ലതായിട്ട് ഇരുന്നാൽ മതി. അതായത് ഹൃദയം ശുദ്ധീകരിക്കപ്പെടണം എന്ന് ആത്മാർത്ഥമായി നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ആഗ്രഹിക്കാത്ത ഒരാളുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടണമെന്ന് അള്ളാഹുവും എന്തിനാണ് ആഗ്രഹിക്കുന്നത്? അല്ലേ? നിങ്ങളുടെ ഷെയ്ഖ് ഒരു മുറബ്ബിയാണെങ്കിൽ നിങ്ങൾക്കുള്ളിലെ ഈ ന്യൂനത അദ്ദേഹത്തിന് മറയിടപ്പെടുകയില്ല. പക്ഷേ നിങ്ങൾക്കുള്ളിലുള്ളത് വെളിപ്പെടുത്തുന്നത് വരെ അദ്ദേഹം നിങ്ങളോട് അത് വെളിപ്പെടുത്തുകയുമില്ല. അതായത് നിങ്ങളുടെ ന്യൂനത നിങ്ങൾ വെളിപ്പെടുത്തുന്നത് വരെ അദ്ദേഹം വെളിപ്പെടുത്തുകയില്ല. പക്ഷേ അദ്ദേഹം നിങ്ങളിലേക്ക് സൂചനകൾ നൽകുന്നുണ്ടാകാം. എന്നാൽ നിങ്ങൾ വിചാരിച്ചു കൊണ്ടിരിക്കും, ഷെയ്ഖ് പറയുന്നത് എൻ്റെ ആ ന്യൂനതയെക്കുറിച്ചായിരിക്കില്ല. അതായത് ആ ന്യൂനത ഷെയ്ഖിനറിയില്ലല്ലോ, ഇന്നലെ നടന്ന സംഭവം ഷെയ്ഖിനറിയില്ലല്ലോ, കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തത് ഷെയ്ഖിനറിയില്ലല്ലോ, അപ്പോൾ ഇത് എന്നെക്കുറിച്ചായിരിക്കില്ല, പൊതുവേ പറഞ്ഞു എന്നുള്ളൂ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമ്മളോട് ഷെയ്ഖ് പറയുന്നത് പോലും നമ്മൾ തട്ടിക്കളഞ്ഞേക്കാം. അങ്ങനെ ഷെയ്ഖിനോടൊപ്പം നമ്മൾ സുഹബത്തിലുണ്ടാകും, സംസാരത്തിലുണ്ടാകും, ചർച്ചയിലുണ്ടാവും, യാത്രയിലുണ്ടാവും. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ പരിവർത്തനം മാത്രം നടക്കുന്നുണ്ടാവുകയില്ല. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇതുപോലെയുള്ള മറയുടെ പ്രതിഫലനം ഉണ്ടാവുകയും ചെയ്യും. അതായത് ഷെയ്ഖിനോട് നമ്മൾ സ്വീകരിക്കുന്ന ഈ മറ നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു മറയാണ്. നമ്മൾ ഈ ഹൃദയം വെച്ചാണ് മറ്റുള്ള ജനങ്ങളോട് പെരുമാറുന്നതും അള്ളാഹുവിൻ്റെ മുന്നിൽ ചെല്ലുന്നതും ഒക്കെ ഈ ഹൃദയം വെച്ച് തന്നെയാണ്. അപ്പം ഈ ഹൃദയം വെച്ച് ചെയ്യുന്ന ഏത് പ്രവർത്തനത്തിലും ഈ മറയുടെ പ്രതിഫലനം ഉണ്ടാവും. അപ്പോൾ ആരാണ് ഇവിടെ സ്വയം മറകൾ തീർത്തുകൊണ്ട് സ്വയം വിഡ്ഢിയായിക്കൊണ്ടിരിക്കുന്നത്? അതൊരു കനത്ത മറയായി മാറാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എത്രയും വേഗം അതെല്ലാം തകർത്തെറിയാനുള്ള മാർഗത്തെ അവലംബിക്കുക. അതല്ലെങ്കിൽ വൈകുന്തോറും നിങ്ങളുടെ കൽബ് മുദ്രവെക്കപ്പെടും. പിന്നെ അള്ളാഹുവിലേക്ക് മുന്നേറാൻ നിങ്ങൾക്ക് യാതൊരു മാർഗവും ഉണ്ടാവില്ല. മറ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങളാണ്,
അല്ലാഹുവല്ല. അതിനാൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയങ്ങൾ സുതാര്യമാകട്ടെ. നമുക്ക് സത്യസന്ധമായി സംസാരിക്കാം, യാതൊരു മറയുമില്ലാതെ പെരുമാറാം. അല്പം ന്യൂനതകൾ വെളിവായതുകൊണ്ട് നമുക്ക് എന്താണ് സംഭവിക്കാനുള്ളത്? എന്താണ് നഷ്ടപ്പെടാനുള്ളത്? എന്നാൽ അല്ലാഹു ആണ് നമുക്ക് നഷ്ടപ്പെടുന്നതെങ്കിൽ അതൊരു കനത്ത നഷ്ടം തന്നെയല്ലേ? ചിന്തിക്കുക.